blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളിത് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങളുടെ പരിചയത്തിലുള്ള 1-2 പേരെ കൂടെ ഈ സമയത്ത് വിളിച്ചു പറയുക. ഈ പ്രോഗ്രാം കാണാൻ ആവശ്യപ്പെടുക. ദൈവം അവരെയും അനുഗ്രഹിക്കും. ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ചാരുമൂട് നിന്നുള്ള പ്രഷി കെ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഞങ്ങൾ ചേർന്ന് കർത്താവെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജന്മദിനം അനുഗ്രഹിക്കപ്പെടട്ടെ. തൻ്റെ ജോലി സ്ഥിരമാകുവാനും പ്രമോഷൻ ലഭിക്കാനും സഹായിക്കണമേ. തൻ്റെ മാതാപിതാക്കളായ ജോണിനും വത്സമയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരി പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം നല്ല ആരോഗ്യവും അനുഗ്രഹങ്ങളും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കട്ടപ്പനയിൽ നിന്നുള്ള ഷൈനി ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭർത്താവ് ഷിബുവിനെ കുവൈറ്റിൽ നല്ല ഒരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, സ്വന്തമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കുവാൻ ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഗൂഡല്ലൂർ മാർച്ച് 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നർത്തകി ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, ഗൂഡല്ലൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാനന്തവാടി ഏപ്രിൽ 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് തോമസ് ഓഡിറ്റോറിയം, തലശ്ശേരി കണ്ണൂർ റോഡ്, അമ്പുകുത്തി, മാനന്തവാടി. John chapter 8 verse number 25. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. Who are you? They asked. Just what I have been telling you from the beginning, Jesus replied. 25-ാമത്തെ വാക്യം. താങ്കൾ ആരാണ്? അവർ ചോദിച്ചു. യേശു മറുപടി പറഞ്ഞു, ഞാൻ എന്നെപ്പറ്റി ആദ്യം മുതലേ പറഞ്ഞു പോരുന്നത് തന്നെ. Verse number 25, we read a question and an answer. നമ്മൾ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും കാണുകയാണ്. People around Jesus asked a question. Who are you? യേശുവിന് ചുറ്റുമുള്ള ആളുകൾ യേശുവിനോട് ചോദിച്ചു, താങ്കൾ ആരാണ്? Not only the people who were around him that day, even today, in every generation, people ask this question, who is Jesus? യേശുവിൻ്റെ ചുറ്റുപാടും അന്നുണ്ടായിരുന്ന ആളുകളല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളും ഇതുവരെ ജീവിച്ചിട്ടുള്ള ഒത്തിരി ആളുകൾ ചോദിച്ച ചോദ്യമാണ്, യേശു ആരാണ്? I was born in a Christian family. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. When I was a boy, the idea that I had about Jesus was a photograph, because I always saw the photograph of Jesus or the picture of Jesus in my house. യേശു, ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. യേശുവിനെ പറ്റിയുള്ള എൻ്റെ ധാരണ, അറിവ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ആയിരുന്നു, ഒരു ഫോട്ടോ ചിത്രമായിരുന്നു എനിക്ക് യേശുവിനെ പറ്റിയുള്ള അറിവ്. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെയൊരു ചിത്രമുണ്ടായിരുന്നു, അത് ഞാൻ എന്നും കാണുമായിരുന്നു. In that picture, Jesus had a long beard and wounded hands and smiling at us. ആ ഫോട്ടോയിൽ എനിക്ക് യേശു താടിയുള്ള, യേശു കൈകളിലൊക്കെ ശരീരം മുഴുവൻ രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന മുറിവുകളുള്ള യേശുവിനെ എനിക്ക് കാണാമായിരുന്നു. So I thought Jesus was like that. ഞാൻ ചിന്തിച്ചത് യേശു കർത്താവ് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. And maybe you have another idea about Jesus. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും യേശുവിനെ പറ്റി മറ്റ് പല രീതിയിലുള്ള ധാരണകളായിരിക്കും ഉണ്ടായിരിക്കും. We receive information mainly from our parents and from the religious teachers, elders around us
through them we receive different information about many things, and we receive information about Jesus also from these kinds of people. നമുക്ക് അറിവ് നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന്, നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്ന ആ പണ്ഡിതന്മാരിൽ നിന്ന്, നമ്മൾ മുതിർന്നവരിൽ നിന്ന്, മറ്റു ചുറ്റുപാടുകളിൽ നിന്നുമാണ് നമുക്ക് അറിവ് ലഭിക്കുന്നതും. പ്രത്യേകിച്ച് യേശുവിനെ കുറിച്ചുള്ള പ്രാഥമികമായ അറിവും നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. If I ask you to come to the stage, and if I give you the microphone, and if I ask you, what do you think about Jesus? Who is Jesus? Everyone will have a different opinion. നിങ്ങളെല്ലാവരും ഇവിടെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ മൈക്ക് തന്ന് യേശുവിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാവരും തന്നെ യേശുവിനെ പറ്റി വ്യത്യസ്തങ്ങളായ പല അറിവുകളും പങ്കുവെക്കാനുള്ള സാധ്യതയുണ്ട്. We have never seen Jesus directly. നമ്മൾ യേശുവിനെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. But these people were seeing Jesus. എന്നാൽ ഈ ആളുകൾ യേശുവിനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Still they asked, who are you? അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവർ ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? Can I tell you something? ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. If you don't have faith in your heart, if you are not receptive to God, even if Jesus is coming directly in front of you and appear before you, you will not believe him. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമില്ലെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ മുൻപിൽ നേരിട്ട് ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ പോലും യേശുവിനെ തിരിച്ചറിയുവാൻ, അത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. Jesus says, if I go away from your life, you will die in your sin. യേശു കർത്താവ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു മാറി പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കാൻ പോവുകയാണ്. You will not be able to come to me where I'm going. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകുവാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമാവുകയില്ല. I want to tell you something today. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Our life is dependent on the life of Jesus. യേശുവിൽ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. If you live like this, one day you will die. നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കൽ നിങ്ങൾ മരിക്കും. But after that, if you want the life to be extended to eternity, if you want to have an eternal life, you have to live along with Jesus. അതിനുശേഷം നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം നിത്യത വരെ അത് തുടർന്നു വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് യേശുവിനോടൊപ്പം ജീവിക്കേണ്ടതാണ്. Now, in verse number 21, Jesus said, I'm going away, and he will look for me, and he will die in your sin. Where I go, you cannot come. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. Next verse is, this made the Jews ask, will he kill himself? Is that why he says, where I go, you cannot come? 22 അതിനാൽ യഹൂദർ ചോദിച്ചു, ഇയാൾ ആത്മഹത്യ ചെയ്യുമോ? അതുകൊണ്ടായിരിക്കുമോ ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് ഇയാൾ പറയുന്നത്? Jesus is speaking something, they are understanding something else. യേശു കർത്താവ് ഒരു കാര്യം പറയുന്നു, അവർ മനസ്സിലാക്കിയെടുക്കുന്നത് വേറൊരു കാര്യമാണ്. Many people are like this. ഇങ്ങനെയാണ് ഒത്തിരി ആളുകളുടെയും കാര്യം. They read the Bible, അവർ ദൈവത്തിന്റെ വചനം വായിക്കും, God says something there, അവിടെ ദൈവം എന്തെങ്കിലും അവരോട് സംസാരിക്കും. These people understand something else. എന്നാൽ ഈ ആളുകൾ അത് മനസ്സിലാക്കിയെടുക്കുന്നത് വേറെന്തൊക്കെയോ കാര്യങ്ങളാണ്. This is because we need the same Holy Spirit who inspired to write the word of God in us, so that we will understand the same thing. ഈ ഒരേ കാര്യം നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ, ദൈവം ഉദ്ദേശിച്ച ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ, ഈ ബൈബിൾ എഴുതുന്നതിന് പ്രേരക ശക്തിയായി നിന്ന അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. When Jesus said, you cannot come where I'm going, they said he is going to commit suicide. ഇവിടെ പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചത് യേശു കർത്താവ് ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോവുകയാണ്. Jesus did not come to this world to commit suicide. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയല്ല. But he came to this life to give his life for us, so that we will have abundant life. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ ജീവിതം, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ തരുമ്പോൾ നമുക്ക് ധാരാളമായ ജീവൻ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് വന്നത്. So before you start reading the Bible,
നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നതിന് മുൻപ് pray this prayer. Lord, I want to understand your word. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് അങ്ങയുടെ വചനം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. If you have a prayer diary, നിങ്ങളുടെ കയ്യിൽ ഒരു പ്രയർ ഡയറി ഉണ്ടെങ്കിൽ there is a special prayer given, scripture woven prayer given just to pray before you study the Bible, before you read the Bible. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രയർ ഡയറി ഉണ്ടെങ്കിൽ അതിനകത്ത് ദൈവവചനം വായിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ കോർത്തിണക്കി എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥന ദൈവവചനം വായിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. So when you pray like that, the same Holy Spirit will come to our understanding so that we will grasp, we will comprehend what is written. നിങ്ങൾ അതേ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദൈവം എന്താണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതേ കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതാണ്. ഈ വർഷം ആദ്യം മുതൽ ബ്ലെസ്സിങ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ അവസരം നൽകിക്കൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നൽകിയിരുന്നു. അതിന് പ്രകാരം ഒത്തിരി പേർ ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് പാർട്ട്നേഴ്സാകാൻ തീരുമാനിച്ച് അവരുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ഇരുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക, സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്ന എല്ലാവർക്കു വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ എഴുതപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്നും കർത്താവ് കൈകാര്യം ചെയ്ത് വലിയ വിടുതലും അനുഗ്രഹവും കർത്താവ് നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, വിവാഹങ്ങൾ നടക്കേണ്ടവർക്ക് നടക്കട്ടെ, ജോലി ലഭിക്കേണ്ടവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതിൽ തൻ്റെ കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ജയം കർത്താവ് കൊടുക്കണമേ, പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ, ഉയർച്ച കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ, ജോലിയിലും ബിസിനസ്സിലും ഐശ്വര്യം ഉണ്ടാകട്ടെ, ശുശ്രൂഷകരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം കർത്താവെ, അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇതുവരെ ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുവരെ പങ്കാളികളായിട്ടില്ലാത്തവർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ഇവിടെ നിന്നും ശുശ്രൂഷകർ നിങ്ങളെ വിളിച്ച് അതിനുള്ള വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. God bless you. Verse number 23, but he continued, Jesus continued, you are from below, I am from above. You are of this world, I am not of this world. 23-ാമത്തെ വാക്യം യേശു ഇങ്ങനെ തുടർന്നു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്ത് നിന്നുള്ളവരാണ്, ഞാനോ ഈ ലോകത്തിനുള്ളവനല്ല. 24, I told you that you would die in your sins. If you do not believe that I am he, you will indeed die in your sins. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ അങ്ങനെയുള്ളവൻ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. Brothers and sisters, listen to me. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും, God sent only one person to save the world. ദൈവം ഒരേ ഒരു വ്യക്തിയെ മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ അയച്ചിട്ടുള്ളൂ. And his name is Jesus. അവന്റെ പേര് യേശു എന്നാണ്. The meaning of the name Jesus is the Savior. യേശു എന്ന പദത്തിന്റെ അർത്ഥം, പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. God did not send an organization or a committee or a group of people to save us. He sent his own only begotten Son. ദൈവം ഒരിക്കലും ഒരു സംഘടനയോ ഒരു കമ്മിറ്റിയോ ഒരു കൂട്ടം ആളുകളെയോ ഈ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം അയച്ചില്ല. ദൈവം അയച്ചത് തൻ്റെ ഏകജാതനായ പുത്രനെ മാത്രമാണ്.
That's why John chapter 3 verse number 16 we read, God sent his only begotten Son so that whoever believes in him shall not perish but will have everlasting life. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ദൈവം സ്നേഹിച്ചു. Say hallelujah. കൈകളുയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും. God sent, not an angel, not another substitute, but God sent his own Son so that we can believe in him and get saved. ദൈവം തൻ്റെ പുത്രനെയാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. ഒരിക്കലും ഒരു മാലാഖയോ അല്ലെങ്കിൽ മറ്റൊരു പ്രതിനിധിയെ അല്ല, തൻ്റെ പുത്രനെ അയച്ച് നമ്മൾ തന്നിൽ വിശ്വസിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. So two things are enough for you to believe in Jesus. Number one, his words. Number two, his works. രണ്ട് കാര്യങ്ങൾ യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് നമുക്ക് കാരണമായി എടുക്കാം. ഒന്ന് യേശുവിൻ്റെ വാക്കുകളും രണ്ടാമത്തത് യേശുവിൻ്റെ പ്രവൃത്തികളും. Say hallelujah. കൈകളുയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും. One more hallelujah. ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. We will read a few more verses and close. നമ്മൾ 2-3 വാക്യങ്ങളൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. Verse number 27, they did not understand that he was telling them about his father. 28, അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ആരാകുന്നുവെന്നും ഞാൻ സ്വയമായി ഒന്നും ചെയ്യാതെ എൻ്റെ പിതാവ് ഉപദേശിച്ച് തന്നത് മാത്രം സംസാരിച്ചുവെന്ന് നിങ്ങൾ അറിയും. He said, when you have lifted up the Son of Man, meaning when you have crucified him up. അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ നിങ്ങൾ ഉയർത്തി കഴിയുമ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, യേശുവിനെ ക്രൂശിച്ച് കഴിയുമ്പോൾ എന്നാണ്. Hallelujah. Hallelujah. 29, the one who sent me is with me. He has not left me alone, for I always do what pleases him. 29, എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എന്നെ ഏകനായി വിട്ടിട്ടില്ല, ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. Verse number 30, even as he spoke, many believed in him. 30 വാക്യം, യേശു ഇത് സംസാരിച്ചപ്പോൾ പലരും അദ്ദേഹത്തിൽ വിശ്വസിച്ചു. Hallelujah. ഹല്ലേലൂയ. As you are listening to this word, faith is coming into your heart. നിങ്ങൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. And it is coming through the word of Christ. ഇത് ക്രിസ്തുവിന്റെ വചനങ്ങളിലാണ് അവിശ്വാസം വരുന്നത്. Hallelujah. ഹല്ലേലൂയ. So the word of God will come to you so that it will be converted as faith in our hearts. ദൈവത്തിന്റെ വചനം നിങ്ങളിലേക്ക് വരുന്നത് അത് വിശ്വാസമായി അത് പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. Hallelujah. ഹല്ലേലൂയ. The word of God can change everything and anything. ദൈവത്തിന്റെ വചനത്തിന് എല്ലാത്തിനെയും ഏത് കാര്യത്തിനെയും മാറ്റുവാൻ കഴിയുന്നതാണ്. തൻ്റെ ജീവിതത്തിൽ 2015 മുതൽ തൻ്റെ കാൽമുട്ടിൻ്റെ ഭാഗത്ത് ഒരു ആദ്യം കണ്ടത് എങ്ങനെയാണ്, ഒരു തൊലി, വേറെ നിറത്തിലുള്ളൊരു തൊലി താൻ കാണുകയിടയായിത്തീർന്നു. ഉള്ളിലൊരു ചെറിയൊരു പഴുപ്പ് പോലെ തനിക്ക് തോന്നിയായിരുന്നു. താൻ അതിന് ചെയ്തത്, തൻ്റെ കാൽമുട്ടിൽ താൻ മരുന്ന് ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് വെച്ച് മുറിവ് കെട്ടി. പക്ഷേ അത് പിറ്റേ ദിവസമായപ്പോൾ അത് അവിടെ നിന്നും പറിച്ചെടുത്തപ്പോഴാണ് അറിഞ്ഞത് അത് ഉള്ളിലേക്ക് വലിയ ആഴത്തിൽ ദ്വാരം പോലെയുള്ളൊരു മുറിവായിരുന്നു അതുണ്ടായിരുന്നത്. അത് പറിച്ചെടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? പറിച്ചെടുത്തപ്പോൾ അതിനുള്ളിലുള്ള ദുഷ്ടക്കേടുകളെല്ലാം പുറത്തേക്ക് വന്നു. ഒട്ടിച്ചിരുന്നത് പറിച്ചെടുത്തപ്പോൾ ദശയാണ് പോകുന്നത്. തന്നെ ആ മുട്ടിൻ്റെ അവിടെ വലിയ ആഴത്തിലുള്ള തൻ്റെ മൊബൈലിലുള്ള അതിലൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അത് അന്ന് താൻ എടുത്തു വെച്ചിരുന്നതാണ്. പറഞ്ഞോളൂ. വലിയ ആഴത്തിലുള്ള ഒരു മുറിവ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതിൽ മൊത്തം മാംസങ്ങൾ മാത്രമാണ്, ബ്ലഡ് നിറഞ്ഞ മാംസങ്ങൾ മാത്രമാണ് കാണുന്നത്.
താൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് അത് പല രീതിയിലുള്ള അസുഖമാണ് എന്ന് തന്നെ രീതിയിൽ താൻ ബയോപ്സിക്ക് വേണ്ടി ഡോക്ടർമാർ പറഞ്ഞു. ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ അതിങ്ങനെയാണ് പറഞ്ഞത്, അത് ഈ രക്തക്കുഴലുകളിലുള്ള അത് ലീക്കായി ബ്ലഡ് പുറത്തോട്ട് വന്നത് മൂലം ഒരു വെരിക്കോസിൻ്റെ തന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു രോഗമാണ് ഇത് പല മരുന്നുകളും താൻ മാറി മാറി കഴിച്ചു. അതുവരെയും താൻ കഴിച്ചിരുന്നത് ഹോമിയോ ആണ്. ഹോമിയോയ്ക്ക് ഈ മരുന്ന് ഒരുപക്ഷെ ഇത്രയും വലിയ മുറിവ് ഉണക്കുവാൻ കഴിയില്ല എന്നതുകൊണ്ട് താൻ വീണ്ടും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഈ മരുന്നുകൾ പലപ്പോഴും കഴിക്കുമ്പോഴും ഈ മുറിവ് കുറയാതെ മുറിവ് അതുപോലെ തന്നെ നിന്ന് അതിൽ നിന്നും ഇതുപോലെ ഈ പഴുപ്പും കാര്യങ്ങളെല്ലാം പുറത്തോട്ട് വരുമായിരുന്നു. ഈ മുറിവും വെച്ചിട്ടാണ് താൻ നമ്മളുടെ കഴിഞ്ഞ വർഷം 2016 ഹോളി സ്പിരിറ്റ് സിനഡിന് കൊച്ചിയിൽ താൻ അന്ന് വന്നത്. ഈ ഹോളി സ്പിരിറ്റ് സിനഡ് അവിടെ വന്നു, മറൈൻ ഡ്രൈവിൽ. ഓക്കെ. ഈ മുറിവും വെച്ച് താൻ ഹോളി സ്പിരിറ്റ് സിനഡിന് അവിടെ വന്നു. അന്ന് അവിടെ നിന്ന് ആരാധിക്കുമ്പോഴൊക്കെ തൻ്റെ ഈ കാൽമുട്ടിൽ ആഴത്തിലുള്ള ഈ മുറിവുണ്ടായിരുന്നു. പക്ഷേ ഈ സഹോദരി പറയുന്നത് എങ്ങനെയാണ്, ഹോളി സ്പിരിറ്റ് സിനഡ് 4 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് താൻ തിരിച്ച് നാട്ടിലോട്ട് വന്നതിന് ശേഷം താൻ പറയുന്നത് ഇങ്ങനെയാണ്, പല രീതിയിലുള്ള മാറ്റങ്ങൾ പലരും പറഞ്ഞു, ഇന്ന ഡോക്ടറെ കാണാൻ ഇന്നത് ചെയ്യ് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അതുവരെയും ഏത് മരുന്ന് കഴിച്ചാലും ഈ മുറിവ് ഉണങ്ങില്ലായിരുന്നു. സഹോദരി പറയുന്നത് എങ്ങനെയാണ്, ഇന്ന് താൻ മറ്റൊരു ഫോട്ടോ തൻ്റെ കയ്യിലുണ്ട്. അത് ഈ കഴിഞ്ഞ മാസങ്ങളിലൂടെ ഈ സഹോദരി പറയുന്ന ഓരോ ദിവസം വെച്ച് മുറിവ് ഉണങ്ങുവാൻ തുടങ്ങി. ഇപ്പോൾ ആ മുറിവ് വളരെ ചെറിയൊരു മുറിവായി മാറി. ഇതുവരെയും ഉണങ്ങാതെ നിന്ന ആ മുറിവ് ഉണങ്ങിത്തുടങ്ങി. വലിയ ആശ്വാസം ദൈവം കൊടുത്തുവെന്ന് താൻ സാക്ഷ്യം പറയുന്നത്. ഏകദേശം സിസ്റ്ററെ എത്ര മാസങ്ങൾ അല്ലെങ്കിൽ എത്ര വർഷം ഈ മുറിവുണ്ടായിരുന്നു? 1 വർഷത്തോളം ഞാൻ 1 വർഷത്തോളം ഇത്രയും വലിയ മുറിവായിട്ട് നടന്നു? അല്ല, ഇത് 6 മാസമായി. 6 മാസമായി. ഓ ശരി. ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചെറിയ പൊട്ടുപോലൊരു ഷേപ്പിൽ മാത്രമാണ് ആ മുറിവുള്ളത്. അത് ഉണങ്ങി ഏകദേശം മാറാതിരിക്കുന്ന രീതിയിലേക്കാണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സഹോദരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പമായി ശേഷിച്ചിരിക്കുന്ന ആ വ്രണം, ആ ഉണങ്ങാത്ത അവസ്ഥ പൂർണ്ണമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സൗഖ്യം ആരംഭിച്ചെങ്കിൽ കർത്താവ് അത് പൂർത്തിയാക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഗൂഡല്ലൂർ മാർച്ച് 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നർത്തകി ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, ഗൂഡല്ലൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാനന്തവാടി ഏപ്രിൽ 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് തോമസ് ഓഡിറ്റോറിയം, തലശ്ശേരി കണ്ണൂർ റോഡ്, അമ്പുകുത്തി, മാനന്തവാടി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകമെമ്പാടും ഇപ്പോൾ ഈ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്ന പലരുടെയും ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചു പോയി, അല്ലെങ്കിൽ ഭയങ്കരമായൊരു ഇരുളിൻ്റെ അനുഭവം, രാത്രിയുടെ അനുഭവം, എന്ന് ഒരു പുലരി കാണും, എന്ന് ജീവിതത്തിലൊരു പ്രകാശമുണ്ടാകും. പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങളെ സൂര്യൻ ഉദിക്കുകയാണ്. ഒരു പുതിയ പ്രഭാതം പോലെ ജീവിതത്തിലൊരു പുതിയ അധ്യായം കർത്താവ് നൽകുകയാണ്. ഒരു പ്രത്യാശ അകത്ത് കർത്താവ് ഈ സമയത്ത് പകരുന്നു. ഏതെല്ലാം വിഷയങ്ങൾ അവർ പ്രയാസപ്പെട്ടിരിക്കുന്നതിൽ യേശു കർത്താവെ അങ്ങ് കൈകളിലെടുത്ത് അവരെ ആശ്വസിപ്പിച്ച് കർത്താവ് അവരാഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല ഒരവസ്ഥയിൽ അവരെത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഇപ്പോൾ സൗഖ്യമാക്കുന്നതിനായി നന്ദി. രക്തക്കുഴലുകൾ പല സ്ഥലങ്ങളിലും അടഞ്ഞ് ബ്ലോക്കുണ്ടായി, അതിനാൽ ശരീരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ മാറിപ്പോകട്ടെ. അതുപോലെ ഹാർട്ട് ചുരുങ്ങുന്ന രോഗം ഉള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ലങ്സിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലച്ചോറിലുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. കഴുത്തിൻ്റെ എല്ലുകളിലുള്ള തേയ്മാനം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. കാൽമുട്ടിലുള്ള നീര് വറ്റിപ്പോകട്ടെ. നീ റീപ്ലേസ്മെൻറ്റ് സർജറി, കാൽമുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ വയറിനകത്ത്, യൂട്രസിനകത്തൊക്കെയുള്ള മുഴകൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതകരമായി മക്കളെ കൊടുക്കണമേ. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ 2 കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്നവരുടെ വിഷയങ്ങൾ എന്താണെങ്കിലും കർത്താവെ അത്ഭുതകരമായി വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് നന്ദി പറയുന്നു. നാളെ കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് തീർച്ചയായും വരണം. ഗുഡല്ലൂരിലും മാനന്തവാടിയിലും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരിക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട വിവിധ പുസ്തകങ്ങൾ, CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. സീ യു ടുമോറോ.